അവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും വിശ്വാസികളായ ആളുകൾക്ക് പോലും സമാധാനക്കേട് കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുന്നതായി ആവലാതി പറയുകയും അതൊരു ഗൗരവമുള്ള വിഷയമായി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന രൂപത്തിൽ വളരുകയും ചെയ്തിരിക്കുന്നു. കുടുംബജീവിതത്തിനിടയിൽ ഉണ്ടായിത്തീരാറുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ അതൊരു മനസ്സിനെ മുഴുവൻ ടെൻഷനുണ്ടാക്കുന്ന, എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്ന ഒരു വലിയ ഇഷ്യൂവായി മുസ്ലിമിന് മാറേണ്ട ഒന്നല്ല. സൗന്ദര്യപ്പിണക്കങ്ങൾ സമാധാനത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളാണ്. ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുമ്പോഴാണ് ജീവിതമാകുന്നത്. എത്ര ശാന്തമായി സോഫ്റ്റായി ജീവിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും പ്രത്യക്ഷത്തിൽ അഥവാ വളരെ ദൂരെ നിന്ന് അവരെ നാം വീക്ഷിക്കുമ്പോൾ അവരൊരു വല്ലാത്ത സുഖമുള്ള ജീവിതത്തിലാണ്, ഞാനാകട്ടെ വലിയ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ന് വിലയിരുത്തുന്നവരാണ് ഭൂരിഭാഗം. യഥാർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല. സന്തോഷവും സന്താപവും അല്ലാഹു സൃഷ്ടിച്ചതാണ്. കുറെ സന്തോഷിക്കുമ്പോൾ ഒരൽപ്പം സന്താപം ദുഃഖമുണ്ടാകാം. ആ ദുഃഖമുണ്ടാകുമ്പോൾ മനസ്സ് വേദനിച്ച് പ്രയാസപ്പെടേണ്ടവനല്ല വിശ്വാസി. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിന്റെ സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക്, സായുജ്യത്തിന് സൗന്ദര്യപ്പിണക്കങ്ങൾ എന്ന് പറയുന്നത് തടസ്സമാകരുത്. ഒരു വിശ്വാസി എന്ന നിലക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും നമുക്ക്. അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഞാൻ വിവാഹം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നതാണ്. അതിൻ്റെ ലക്ഷ്യം നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. നമ്മുടെ കൂട്ടത്തിൽ മക്കളുണ്ടാകാൻ വേണ്ടി വിവാഹം ചെയ്യുന്നവരുണ്ട്. മാനസികവും ശാരീരികവുമായ സുഖത്തിന് വേണ്ടി വിവാഹം ചെയ്യുന്നവരുണ്ട്. ലൈംഗികമായ സംതൃപ്തിയും അനുഭവത്തിനും വേണ്ടി വിവാഹം ചെയ്യുന്നവരുണ്ട്. ഒരാചാരമായി എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്. ഈ പറഞ്ഞവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സൗന്ദര്യപ്പിണക്കം സമാധാനം കെടുത്തും. കാരണം അവർ വിചാരിക്കുന്നത് ഇതിനാണ് വിവാഹം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ രംഗത്തൊക്കെ പ്രയാസം വരും. ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായില്ല എന്ന് വന്നേക്കാം, അപ്പൊ സമാധാനക്കേട് വരും. അതല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഇണയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ എവിടെയോ വായിച്ച രൂപത്തിൽ, എവിടെയോ കണ്ട രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ സ്നേഹമോ ഇണയിൽ നിന്ന് കിട്ടിയില്ല, പ്രശ്നം വരും. സ്വാഭാവികമാണ്. കൊതിച്ച ലൈംഗികമായ സുഖം ഇണകളിൽ നിന്ന് ലഭിച്ചില്ല, പ്രയാസം വരും, സമാധാനക്കേട് വരും. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, അവന്റെ വൈവാഹിക ജീവിതത്തിന്, കുടുംബജീവിതത്തിന് അടിസ്ഥാനപരമായ ലക്ഷ്യമുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് കുടുംബജീവിതത്തിലൂടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഏറ്റെടുക്കുന്നത്. അമാനത്താണ്, വലിയ അമാനത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും അവന്റെ ശരീരത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതമായ ചില ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ കണ്ടെത്തുക എന്നതാണ്. ആരാണ് അള്ളാഹു? എന്താണ് അള്ളാഹു? അള്ളാഹു എന്തൊക്കെയാണ് നൽകിയത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ശക്തമാകാനാണ് വിവാഹം.
അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. മനുഷ്യന്റെ ഇണ മൃഗമല്ല, കുതിരയല്ല, കഴുതയല്ല. മനുഷ്യനെ പോലെ വിചാരമുള്ള, വികാരമുള്ള, സിരകളുള്ള, രക്തമുള്ള, അവയവങ്ങളുള്ള മനുഷ്യന്. അത് അല്ലാഹുവിന്റെ അടയാളമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അതെന്തിനാ? ലിതസ്കുനു ഇലൈഹാ, സമാധാനം ആഗ്രഹിച്ചുകൊണ്ട്, സ്വസ്ഥത ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ഇണയിലേക്ക് ചെല്ലാൻ. അതിനാണ് ജീവിതം. അവിടെ ചെന്നാൽ എനിക്ക് സമാധാനം കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള ഇണയെ തിരഞ്ഞെടുത്താൽ അവിടെ സമാധാനം കിട്ടുക തന്നെ ചെയ്യും. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. രണ്ടു തരം വല്ലാത്ത അനുഭവങ്ങൾ അവൻ നിങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേതാ? മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് എന്നത് സൗന്ദര്യമുണ്ടാകുമ്പോൾ മനുഷ്യന് തോന്നുന്ന വികാരമാണെങ്കിൽ, റഹ്മത്ത് എന്നത് സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് തോന്നുന്ന വികാരമാണ്. ഒന്നിനെ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാമത്തേതിനെ കാരുണ്യം എന്നും പറയാം. ഒന്നാമത്തേത് സൗന്ദര്യങ്ങളുടെ ബാഹ്യമായ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് തോന്നുന്നതും, രണ്ടാമത്തേത് അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ തോന്നുന്നതുമാണ്. ഇതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് ഈ ദൃഷ്ടാന്തങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇന്ന ഫീ ദാലിക ലആയാത്ത്, അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായും. ആർക്ക്? എല്ലാവർക്കുമല്ല. ലിഖൗമിൻ, ഒരു സമൂഹത്തിന്, യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹം, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിന്റെ രീതിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നവർക്ക്. അപ്പൊ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് സൗന്ദര്യപ്പിണക്കങ്ങൾ ഒരു പ്രശ്നമായി, ടെൻഷനായി വരുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം നമുക്ക് ജീവിതത്തിന്റെ, വിവാഹത്തിന്റെ, കുടുംബ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങൾ പിഴച്ചുപോയി എന്നതാണ്. അതിന്റെ ലക്ഷ്യം, ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സൗന്ദര്യപ്പിണക്കൽ പ്രശ്നമാകുന്നതിലെ രണ്ടാമത്തെ പ്രശ്നം, ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ സ്വീകരിച്ച നയമാണ്. പുരുഷനായാലും സ്ത്രീയായാലും, അങ്ങോട്ടും ഇങ്ങോട്ടുമായാലും, പുരുഷൻ സ്ത്രീയെ തിരഞ്ഞെടുത്താലും സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുത്താലും, ഇനി അതൊക്കെ പോകട്ടെ, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അവസ്ഥ അനുസരിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് ഭാര്യമാരെയോ, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെയോ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിക്കുന്ന മാനദണ്ഡത്തിൽ വന്ന അവ്യക്തത അല്ലെങ്കിൽ തകരാറ്, രണ്ടും സംഭവിക്കാം. ചിലപ്പോൾ തകരാറാകാം, ചിലപ്പോൾ വ്യക്തതയില്ലാത്തതാകാം. യഥാർത്ഥത്തിൽ എന്തായിരിക്കണം അടിസ്ഥാനം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ദീനായിരിക്കണം അടിസ്ഥാനം. ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവരെ തിരഞ്ഞെടുത്താൽ നിനക്ക് വിജയമുണ്ടാകും. എന്താണ് ദീൻ? ദീനെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മനുഷ്യരുടെയും ധാരണ 5 നേരത്തെ നമസ്കാരമാണ് എന്നാണ്. അല്ലെങ്കിൽ നിക്കാഹിന് മുസ്ലിയാരോ മൗലവിയോ വന്ന് നിക്കാഹ് നടത്തലാണ് എന്നാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർമ്മത്തിന് എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലുന്നതാണ് എന്നാണ്. അതല്ലെങ്കിൽ വല്ല വെള്ളിയാഴ്ചകളിലും പെരുന്നാൾ ദിവസങ്ങളിലുമൊക്കെ പള്ളികളിലോ ഈദ്ഗാഹുകളിലോ പോകുന്നതാണ് എന്നാണ്. ഇതൊന്നും ദീനല്ല. ദീൻ ആകണമെങ്കിൽ, ഇതുപോലും ദീനാകണമെങ്കിൽ അവൻ മാനസികമായി മാറേണ്ടതുണ്ട്. ദീൻ ഒന്നാമതായി ഉണ്ടാകേണ്ടത് അവന്റെ മനസ്സിലാണ്. ദീനിനെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും അതാണ്. മനസ്സിലില്ലാത്തത് ദീനല്ല. ഞാൻ നമസ്കരിക്കുന്നു, പക്ഷേ എന്റെ മനസ്സിൽ നമസ്കാരമില്ല എന്ന് വിചാരിക്കുക, അത് നമസ്കാരമല്ല. അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധമായി നമസ്കരിക്കുന്നവർക്ക് നാശം, അഥവാ അവരുടെ നമസ്കാരം അവർക്ക് ഗുണം ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ എല്ലാ കർമ്മങ്ങളെയും നാം പരിഗണിക്കണം. ഇവിടെ എന്താണ് ദീനുള്ളവരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർബഉൻ മിനസ് സഅദ,
4 കാര്യങ്ങൾ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് അൽ മർഅത്തു സാലിഹ, സച്ചരിതയായ ഒരു പെണ്ണ്, കുടുംബം, ഭാര്യ. ഇനി സ്ത്രീയാണെങ്കിൽ നല്ല ഒരു ഭർത്താവ്. സാലിഹ എന്ന പദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. സൗന്ദര്യമുള്ള എന്നല്ല അതിന്റെ അർത്ഥം, പണമുള്ള എന്നല്ല അതിന്റെ അർത്ഥം, തറവാടുള്ള എന്നല്ല അതിന്റെ അർത്ഥം, സമ്പത്തുള്ള എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് സാലിഹ. സാലിഹ് എന്ന പദത്തിന്റെ യഥാർത്ഥ ഭാഷാപരമായ അർത്ഥം എല്ലാറ്റിനും അനുയോജ്യമായത് എന്നാണ്. സലാഹ് അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അൽ മർഅത്തു സാലിഹ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ഭൗതികവും അഭൗതികവുമായ, ദുനിയാവും ഉഖ്റവിയുമായ ജീവിതത്തിന് പൂർണ്ണമായി യോജിച്ചവൾ, അവളെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള പെണ്ണിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എണ്ണി എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വിവരിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല പെണ്ണ്, എങ്ങനെയാണ് ഒരു നല്ല ആണ്, അത് നമുക്ക് ഖുർആനും ഹദീസും പരിശോധിച്ചാൽ കൃത്യമായി എടുക്കാൻ സാധിക്കും, വരയ്ക്കാൻ സാധിക്കും. അതായിരിക്കണം ഒന്നാമത്തെ കുടുംബം തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകേണ്ട ഒന്നാമത്തെ മാനദണ്ഡം. അവിടെ നാം പിഴച്ചു പോകുന്നു. നമ്മൾ ആരും കുടുംബം തിരഞ്ഞെടുക്കുമ്പോൾ നമസ്കരിക്കുന്നവനാണോ എന്ന് അന്വേഷിക്കാറില്ല. അത് നമുക്കൊരു വിഷയമല്ല. വേറെ ചിലത് നമ്മൾ ചോദിക്കും, എന്റെ മോളെ ഞാൻ പറഞ്ഞേക്കാണ്, അവന് വല്ല ജോലിയുണ്ടോ, പട്ടിണി കിടക്കോ? നമ്മുടെ പ്രശ്നം അതാണ്. പട്ടിണിയാണ് പ്രധാന പ്രശ്നം. പട്ടിണി പ്രശ്നമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയുണ്ടെങ്കിൽ പട്ടിണി മാറാനുള്ള റിസ്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ഒരു ഇഴജന്തുവിനെ ഭൂമിയിൽ പടച്ചിട്ടുണ്ടെങ്കിൽ അവന് റിസ്ക് കൊടുക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. എന്നാൽ ജോലിയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, കുലീനതയെക്കുറിച്ച്, തറവാടിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ബേജാറാകാറുള്ള മനുഷ്യൻ, രക്ഷിതാക്കൾ പലപ്പോഴും എന്റെ മക്കൾ നമസ്കരിക്കുന്ന ഒരുത്തന്റെ കയ്യിലാണോ, നമസ്കാരമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണോ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണോ, അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്ന കാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണോ ചിന്തിക്കാറില്ല. അവിടെ മനുഷ്യന് ടെൻഷൻ വരും, സൗന്ദര്യപ്പണക്കം അവന് പ്രശ്നമുണ്ടാക്കും. കാരണം എന്താ? പിണങ്ങി എന്ന് നിൽക്കും. ഇണങ്ങാൻ അവനെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സാലിഹായ ഒരു പെണ്ണോ ആണോ ആണെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുത്തന് അല്ലെങ്കിൽ ഒരുത്തിക്ക് പിണങ്ങേണ്ടി വരാറില്ല. ഇനി വല്ലപ്പോഴും പിണങ്ങിയാലോ ഇണങ്ങാൻ അധികം കാത്തു നിൽക്കുകയും ചെയ്യേണ്ടി വരികയില്ല. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 4 കാര്യം വലിയ അനുഗ്രഹമാണ്, ഭാഗ്യമാണ്, ഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ വിഷയം ഒന്നാമത്തേതാണ്. 2 അൽ മസ്കനുൽ വാസിയ, വിശാലമായ താമസ സ്ഥലം. 3 അൽ ജാറുസ് സാലിഹ്, നല്ല അയൽവാസി. 4 അൽ മർക്കബുൽ ഹനീ, നല്ല ഒരു വാഹനം. ബാക്കി നമ്മുടെ വിഷയമല്ല, നമുക്ക് മറ്റെപ്പോഴെങ്കിലും പറയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅർബഉൻ മിനശ് ശഖാവ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ദുർഭാഗ്യമാണ്, പ്രയാസമാണ്. എന്താണ്? 1 അൽ മർഅത്തു സൂ. കണ്ടോ, അൽ മർഅത്തു സാലിഹ എന്നുള്ളതിന്റെ നേരെ വിപരീതം പറഞ്ഞത് അൽ മർഅത്തു സൂ, ചീത്ത പെണ്ണ്. എന്താ ചീത്ത എന്ന് പറഞ്ഞാൽ? സൗന്ദര്യം ഉണ്ടാവും, അവൾക്ക് സമ്പത്തുണ്ടാവും, തറവാടുണ്ടാവും, പക്ഷെ കൊള്ളൂല. എങ്ങനെ കൊള്ളൂല? ദുനിയാവിനും ആഖിറത്തിനും കൊള്ളൂല. ആണും അങ്ങനെ തന്നെ, ബായി പറഞ്ഞതൊക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന, പടച്ചറബുമായി ബന്ധമുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഒരു ബർക്കത്തും അവരുടെ വീട്ടിൽ ഉണ്ടാവില്ല. ആ കോലത്തിലായിരിക്കും ജീവിതം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ദൗർഭാഗ്യം അല്ലെങ്കിൽ സങ്കടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച 4 കാര്യങ്ങളിൽ രണ്ടാമത്തേത് അൽ ജാറു സൂ, ചീത്ത അയൽവാസി. അൽ മർകസ് സൂ, ചീത്ത വാഹനം. അൽ മസ്കനു തയ്യിഖ്, കുടുസായ വീട്, താമസ സ്ഥലം. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ദീൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ. പേരല്ല, തറവാടല്ല, കുലീനതയല്ല, ഇതൊന്നുമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തിയുള്ള